രാഗം മാത്ത് ഹബിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 കണ്ണൂർ, കൊല്ലം ജില്ലകളിലേക്ക് നടന്ന LDC പരീക്ഷയുടെ കണക്കിലെ ഒരു ചോദ്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം കൂടി അതിനോടൊപ്പം നമ്മൾ പഠിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വാച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: 1 into 2, 2 into 3, 3 into 4, etc. എന്ന ശ്രേണിയിലെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക. അപ്പോൾ തന്നിരിക്കുന്ന ശ്രേണി ഇവിടെ എഴുതിയിട്ടുണ്ട്. 1 into 2 അതാണ് ആ ശ്രേണിയിലെ ആദ്യത്തെ പദം. 1 into 2 ആണ് ഈ ശ്രേണിയിലെ ആദ്യത്തെ പദം. അടുത്ത പദമോ 2 into 3. അടുത്ത പദം 2 into 3. അടുത്ത പദം 3 into 4. ഓക്കെ, അപ്പോൾ 1 into 2, 2 into 3, 3 into 4, അങ്ങനെ എത്ര പദങ്ങളുടെ തുക കാണാനാണ് പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ 10 പദങ്ങളുടെ തുക. അപ്പോൾ പദങ്ങളുടെ എണ്ണം n = 10 ആണ്. പദങ്ങളുടെ എണ്ണം n = 10 ആണ്. അപ്പോൾ ഈ ശ്രേണിയുടെ പ്രത്യേകത പഠിക്കുക. 1 into 2 എന്നതാണ് ആദ്യത്തെ പദം. അടുത്ത പദം 2ലാണ് തുടങ്ങുന്നത്. ആദ്യത്തെ പദം 1 into 2 അവസാനിച്ചു. പിന്നീട് അടുത്ത പദം തുടങ്ങുന്നത് 2ലാണ്. 2 into 3. പിന്നീടുള്ള പദം തുടങ്ങുന്നത് 3ലാണ്. 3 into 4. അങ്ങനെയെങ്കിൽ അടുത്ത പദം 4ൽ തുടങ്ങും. 4 into 5. അങ്ങനെ അടുത്തടുത്ത സംഖ്യകളാണ് 1 വ്യത്യാസം വരുന്ന സംഖ്യകൾ. 1 വ്യത്യാസം വരുന്ന സംഖ്യകളാണ് ഈ ശ്രേണിയിലുള്ളത്, അല്ലേ? അപ്പോൾ 1 വ്യത്യാസമുള്ള സംഖ്യകളാണ് ഈ ശ്രേണിയിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ശ്രേണിയിലെ പദങ്ങളുടെ തുക കാണാനുള്ള ഇക്വേഷൻ പഠിക്കുക. ഈ ശ്രേണിയിലെ പദങ്ങളുടെ തുക കാണാനുള്ള ഇക്വേഷൻ പഠിക്കുക. അപ്പോൾ പദങ്ങളുടെ തുക കാണാനുള്ള ഇക്വേഷൻ ഇതാണ്: തുക = n into n+1 into n+2 ഡിവൈഡഡ് ബൈ 3. എന്താണ് ഇക്വേഷൻ? n into n+1 into n+2 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ n-ന്റെ വില നമുക്ക് ഇവിടെ 10 ആണ്. അപ്പോൾ n-ന് 10 എന്ന് കൊടുക്കാം. അപ്പോൾ 10 into n+1 എന്ന് പറഞ്ഞാൽ n-നോട് 1 കൂട്ടുക, 10-നോട് 1 കൂട്ടുക, 11 into n+2 എന്ന് പറഞ്ഞാൽ n-നോട് 2 കൂട്ടുക, അതായത് 10-നോട് 2 കൂട്ടുക, 12. അപ്പോൾ ആ പാറ്റേൺ മനസ്സിലായില്ലേ? n 10 ആണെങ്കിൽ 10 into 11 into 12. n 15 ആണെങ്കിൽ 15 into 16 into 17. n 20 ആണെങ്കിൽ 20 into 21 into 22. താഴെ എത്രയാ? താഴെ 3. താഴെ എത്രയാണ്? 3. അപ്പോൾ നോക്കിയേ, 3 12ൽ 4 പ്രാവശ്യം പോവും. 12/3 എത്രയാണ്? 4. അപ്പോൾ നോക്കിയേ, 10 into 11 into 4 ആണ് ബാക്കിയുള്ളത്. 10 into 11 into 4. 10 into 11 into 4ന്റെ വില കണ്ടുപിടിക്കുക. നോക്കിയേ, 4നെ 11 കൊണ്ട് ഗുണിച്ചാൽ 44. 4 into 11 44. 44നെ 10 കൊണ്ട് ഗുണിച്ചാൽ, ഇവിടെ 10 ഉണ്ട്, അപ്പം 4 into 11 44 ആണ്. 44നെ 10 കൊണ്ട് ഗുണിച്ചാൽ 440. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാണ്? 440. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് ഈ ശ്രേണി നന്നായി പഠിക്കുക. ശ്രേണിയിലെ പദങ്ങൾ എങ്ങനെയാണ് വരുന്നത്? 1 into 2, 2 into 3, 3 into 4, അങ്ങനെ എത്ര പദങ്ങൾ വേണമെങ്കിലും ആവാം. ആ പദങ്ങളുടെ തുക കാണാനുള്ള ഇക്വേഷനാണ് n into n+1 into n+2 ഡിവൈഡഡ് ബൈ 3. ഇവിടെ നമുക്ക് 10 പദങ്ങളുടെ തുക കാണുമ്പോൾ 440 എന്ന് കിട്ടും. ഇനി ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം കൂടി നമുക്ക് പഠിക്കാം. 2 into 4, 4 into 6, 6 into 8, etc. എന്ന ശ്രേണിയിലെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക കാണുക. അപ്പോൾ ഇവിടെ ശ്രേണി ഞാൻ എഴുതിയിട്ടുണ്ട്. നോക്കിയേ, 2 into 4, 4 into 6, 6 into 8, etc. ഇങ്ങനെ പോവാണ്. അപ്പോൾ ആദ്യത്തെ പദം 2 into 4 ആണ്. ആദ്യത്തെ പദം ഏതാണ്? 2 into 4. അടുത്ത പദം ഏതാണ്? 4 into 6. അതിൻ്റെ അടുത്ത പദം ഏതാണ്? 6 into 8. അപ്പോൾ ഇവിടെ ആദ്യത്തെ പദം 2 into 4ൽ അവസാനിച്ചു. അടുത്തത് 4ൽ തുടങ്ങി, 4 into 6.
പിന്നീട് 6 അവസാനിച്ചത് 6 തുടങ്ങി 6 × 8 അങ്ങനെ പോകും അല്ലേ. 10 പദങ്ങളുടെ തുക കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ 1 തുടങ്ങി 1 വ്യത്യാസത്തിൽ വരുന്ന സംഖ്യകളാണ് പിന്നീട് അങ്ങോട്ടുള്ളത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ 2 തുടങ്ങും, ഇവിടെ 2 തുടങ്ങും, 2 വ്യത്യാസം വരുന്ന സംഖ്യകളാണുള്ളത്. അതായത് 2ന്റെ ഗുണിതങ്ങൾ വേണമെങ്കിൽ പറയാം. 2ന്റെ ഗുണിതങ്ങളാണ് ഇവിടെ എല്ലാം ഉള്ളത് അല്ലേ. 2, 4, 6, 8 ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ 2ന്റെ ഗുണിതങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിക്കോ. ഇക്വേഷൻ നേരത്തെ ഉള്ളത് തന്നെ പഠിക്കുക. എന്താണ് തുക കാണാനുള്ള ഇക്വേഷൻ? n × n+1 × n+2 ഡിവൈഡഡ് ബൈ 3. ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ. ആ ഇക്വേഷൻ തന്നെ പഠിക്കുക. പക്ഷെ അതിനോടൊപ്പം ഒരു കാര്യം കൂടി ഓർക്കുക. 2, 4, 4, 6, 6, 8 ഇങ്ങനെ 2 തുടങ്ങി 2 കൂടി വരുന്ന 2ന്റെ ഗുണിതങ്ങളുടെ ശ്രേണി തന്നിട്ട് ഈ ഒരു പാറ്റേണിൽ തുക കാണാൻ പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 2 തുടങ്ങുന്നത് അല്ലെങ്കിൽ 2 വ്യത്യാസമുള്ളതിന് അവസാനം ഒരു 2 സ്ക്വയർ കൊണ്ട് ഗുണിക്കണം. അവസാനം എന്ത് ചെയ്യണം? 2 സ്ക്വയർ കൊണ്ട് ഗുണിക്കണം. അതായത് 2ന്റെ സ്ക്വയർ എത്രയാ? 4. അപ്പൊ 4 കൊണ്ട് ഗുണിക്കണം. ഇനി 3 തുടങ്ങി 3 വ്യത്യാസം വരുന്ന സംഖ്യകളാണെങ്കിലോ 3 തുടങ്ങി 3 × 6, 6 × 9, 9 × 12 ഇങ്ങനെ വരുന്ന സീരീസ് ആണ് തരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 3 തുടങ്ങി 3 വ്യത്യാസം വരുന്ന സംഖ്യകളാണെങ്കിൽ അവസാനം 3ന്റെ സ്ക്വയർ കൊണ്ട് ഗുണിക്കണം. 3ന്റെ സ്ക്വയർ കൊണ്ട് ഗുണിക്കണം. അതായത് 9 കൊണ്ട്. ഇവിടെ 2 തുടങ്ങി 2 വ്യത്യാസം വരുന്ന സംഖ്യകളാണ്. അതുകൊണ്ട് അവസാനം എന്ത് ചെയ്യുക? 2ന്റെ സ്ക്വയർ കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. n എത്രയാ? 10 പദങ്ങളുടെ തുക കാണാനാ പറഞ്ഞേ. 10 പദങ്ങൾ. അപ്പൊ n 10 തന്നെ. അപ്പൊ 10 × n+1 എന്ന് പറഞ്ഞാൽ 11 × n+2 എന്ന് പറഞ്ഞാൽ 12 ഡിവൈഡഡ് ബൈ 3 × 2ന്റെ സ്ക്വയർ. ഈ ടേം മറന്നു പോകരുത്. 2 തുടങ്ങി 2 വ്യത്യാസത്തിൽ ഈ സീരീസ് തരുമ്പോൾ 2ന്റെ സ്ക്വയർ കൊണ്ട് ഗുണിക്കുക. അപ്പൊ 2ന്റെ സ്ക്വയർ 4. അപ്പോൾ നോക്കിയേ, 3 12 4 പ്രാവശ്യം, 3 12 4 പ്രാവശ്യം. അപ്പോൾ ഈസ് ഈക്വൽ ടു ഇവിടെ ഒരു 10 ഉണ്ട് ഇൻറ്റു ഇവിടെ ഒരു 11 ഉണ്ട് ഇൻറ്റു 4 × 4 16. 4 × 4 16. സോൾവ് ചെയ്ത് നോക്കാം. 11 × 16 ആണ് വേണ്ടത് അല്ലേ. 11 × 16 നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 10 16 160. 10 16 160. 11 16 160 ഒരു 16 കൂടി കൂട്ടിയാൽ മതി അല്ലേ. അപ്പൊ 176 വരും. എത്ര വരും? 176. അപ്പൊ 10 × 176. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഗുണിച്ച് നോക്കുക. 11 × 16 ഗുണിക്കുക. 11 × 16 166 166 111 111 6 6 1 7 1 176. അല്ലെങ്കിൽ 10 16 160 ഒരു 16 കൂടെ ചേർന്നാൽ 176. അപ്പോൾ നോക്കിയേ, 10 × 176 എത്ര വരും? 1760. അപ്പോൾ എത്രയാണ് ഉത്തരം? 1760. അപ്പോൾ ഈ സീരീസ് പഠിക്കുമ്പോൾ നിങ്ങൾ എന്താ ശ്രദ്ധിക്കണ്ടേ? 1 × 2 2 × 3 3 × 4 ഇങ്ങനെ 1 തുടങ്ങി 1 കൂടി പോകുന്ന സീരീസ് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? n × n+1 × n+2 / 3. എന്നാൽ 2 തുടങ്ങി 2 വ്യത്യാസത്തിൽ സീരീസ് പോവുകയാണെങ്കിൽ, അതായത് 2 × 4 4 × 6 6 × 8 ഇങ്ങനെയുള്ള സീരീസിലെ പദങ്ങളുടെ തുക കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അവസാനം 2ന്റെ സ്ക്വയർ കൊണ്ട് ഗുണിക്കണം. ഇനിയിപ്പോൾ 3 തുടങ്ങി 3 വ്യത്യാസം വരുന്ന സംഖ്യകളാണെങ്കിൽ 3ന്റെ സ്ക്വയർ കൊണ്ട് ഗുണിക്കണം. 4 തുടങ്ങി 4 വ്യത്യാസം വരുന്ന സംഖ്യകളാണെങ്കിൽ 4ന്റെ സ്ക്വയർ കൊണ്ട് അവസാനം ഗുണിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. നന്നായിട്ട് പഠിക്കുക. 1 × 2 2 × 3 ആ സീരീസ് ചോദിച്ചതുകൊണ്ട് ഇനി 2 × 4 4 × 6ന്റെ സീരീസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പഠിപ്പിച്ച 2 ചോദ്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്ലാസ് വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം.